Let's see the മലപ്പുറത്തെ വെച്ച് Kalathapam ഞാൻ recipe, പരിചയപ്പെട്ട കലത്തപ്പ് Malappuram റെസിപ്പി special. കണ്ടാലോ? അപ്പൊ നമ്മൾ Soak അപ്പത്തിന് rice for വെക്കുന്ന പോലെ 4 തന്നെ hours. പച്ചരി വെള്ളത്തിലിടാം. Blend it with some cooked rice. കുറച്ച് ചോറും അരിയെടുത്ത് ഇനി കൊത്തിടും അത് അല്ലേ? നമുക്ക് അല്ല എണ്ണയിൽ വറുത്തുകൊണ്ട് നമ്മൾ മാവ് അതിലേക്ക് ഇടും. അപ്പോൾ ഇതാണ് ഷെരീഫിത്ത. ഷെരീഫിത്ത സംസാരിക്കുന്നത് മലപ്പുറം സ്ലാങ്ങിലാണ്. അപ്പോൾ ഈ ഒരു പാവത്തിലാണ് Finely നമ്മുടെ chop the അരിപ്പൊടി coconut റെഡിയാക്കി into thin ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ slices. തേങ്ങാക്കൊത്ത് അരിയുന്നുണ്ടെങ്കിലും Jaggery ഇത് is ചെയ്യുന്ന പോലെ melted. എനിക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും Add some ഏലക്കയും grinded ചതച്ചെടുത്തിട്ടുണ്ട്. അത് cardamom നമ്മൾ and ചേർത്ത് cumin. കൊടുക്കുന്നുണ്ട്. കൂടാതെ Then കുറച്ച് add some കറുത്ത black എള്ളും കൂടി sesame ചേർത്ത് seeds. കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് Add ചേർത്ത് salt a കൊടുക്കുക. എന്നിട്ട് tablespoon. നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മൾ നെയ്യിലേക്ക് നമ്മൾ കൊത്തി Fry the അരിഞ്ഞു coconut വെച്ചിരിക്കുന്ന in ghee. തേങ്ങ അതിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ആ നേരം കൊണ്ട് ഞാനും ഇത്തേയും കൂടി വിറകെടുക്കാൻ പോയി. മടലും fetch some firewood. ചൂട്ടാണ്ടോ അടുത്ത് നമ്മൾ വറുത്ത് കോരിയ തേങ്ങാക്കൊത്തുകൾ contents to the അതിലേക്ക് batter ചേർത്ത് and കൊടുക്കുന്നു. stir well. അപ്പോഴേക്കും നമ്മുടെ Add ശർക്കര melted ആറിയിട്ടുണ്ട്. jaggery. ചൂടാറിയിട്ട് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് കേട്ടോ ഇത്ത പറയുന്നത്. ഇനി നമ്മൾ നൈസായിട്ട് അരിഞ്ഞ ഉള്ളിയും sliced അതേ നെയ്യ് onions തന്നെ are വറുത്ത് fried in കോരി the same നെയ്യ് ghee. ഉൾപ്പെടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. Add contents to batter and stir well. ഇനി ബേക്കിംഗ് Add സോഡ baking ആവശ്യത്തിന് soda. ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. Stir well. അടുപ്പ് റെഡിയാക്കാം. അടിയിൽ ചെറിയ തീയെ പറ്റും, നല്ല പാരുമ്പോൾ കത്തുക. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ചൂട്ട് കത്തിച്ച് കനലുണ്ടാക്കാൻ പോവാണ്. പെട്ടെന്ന് ചൂട് പിടിക്കാൻ ഇരുമ്പ് ചട്ടി വെച്ചതും കുത്തി പോവില്ലേന്ന് കേട്ട് ഞാൻ അന്താളിച്ചത് കണ്ട് ചിരിക്കുവാണ്. ഇതിലാണ് തീ മാണ്ടിയത്. പിന്നെ നമ്മൾ പാരുമ്പോൾ ഓലക്കൊടി കത്തിച്ചാണ്ടൊന്ന് കാട്ടുക. പൂതി തീ ആളി പിടിപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ചട്ടി മാറ്റി കനൽ റെഡി ആയെങ്കിൽ നമുക്ക് കനൽ വാരി നമ്മൾ ചെയ്യുന്നത് പാനിലേക്കാണ് കേട്ടോ ഈ കനൽ വാരി ഇടുന്നത്. കനൽ കുറച്ചും കൂടി ശരിയാവാനുള്ളത് കൊണ്ട് ഊതി ഒന്ന് ശരിക്കും ഒന്ന് ചൂടുപിടിപ്പിക്കുകയാണ്. ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാവ് ഒഴിക്കാനുള്ളത് പാത്രത്തിലേക്ക് ഒഴിക്കുക. അത്ര ഒഴിക്കും. ആദ്യമായിട്ടാണ് അപ്പം Add the ഇത്രയും batter to കട്ടിയിൽ hot oil ഒഴിക്കുന്നത് and ഞാൻ close it with a കാണുന്നത്. pan with hot ember. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കനലോട് കൂടിയിട്ടുള്ള പാൻ എടുത്ത് വെക്കുകയാണ്. താഴെയും മുകളിലും ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈർക്കിൽ വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. പക്ഷെ റെഡി ആയിട്ടില്ലായിരുന്നു. പിന്നെയും കുറച്ചും കൂടി വെച്ചിട്ടാണ് സംഭവം റെഡി ആയത് കേട്ടോ. അപ്പം നമ്മുടെ കലത്തപ്പം റെഡിയായി. അപ്പം ഞങ്ങൾക്കും അവർക്കും വേണ്ടിയിട്ടാണ് വേണ്ടേ കുറച്ച് അധികം സമയം എടുത്തു. 10-15 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കട്ടി കുറച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും സമയമൊക്കെ കുറച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെയും മുരിഞ്ഞ Tasty ഉള്ളിയുടെയും Kalathapam പിന്നെ is ready. ശർക്കരയുടെ ഒരല്പം Tastes മധുരം similar to പിന്നെ big എണ്ണ Neapam കടിക്കാൻ rice കിട്ടുന്നതും pancake. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ.